കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ളത് മലയാറ്റൂർ ഡിവിഷനിലാണ്. ഈ ഡിവിഷനോട് ചേർന്ന 2 ഗ്രാമങ്ങളാണ് മുളങ്കുഴിയും ഇല്ലിത്തോടും. വന്യജീവി ശല്യം ഈ 2 ഗ്രാമങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് അന്വേഷിക്കാം. ആനകൾ കടന്നു പോണതിന്റെ ദൃശ്യമാണ് കേട്ടോ. നമ്മുടെ 1-ാം ബ്ലോക്ക് പാലത്തുമേക്കട ആനകൾ എല്ലാം കൂട്ടമായിട്ട് ഇപ്പൊ കടന്നു പോണതിന്റെ ദൃശ്യമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം ഉണ്ട്. ഇപ്പോൾ കണ്ട ദൃശ്യം ഈ പാലത്തിലൂടെ ആനകൾ നടന്നു നീങ്ങുന്നതാണ്. അവിടെ വൈദ്യുതി വേലിയുണ്ട്, പക്ഷേ അത് പകല് ചാർജ് ചെയ്യില്ല. അതിനാൽ ആനകൾ സുഗമമായി കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്നാളെ അക്കടേൻ്റെ അവിടെ ഒരു അരച്ചയ്ക്ക് മുമ്പ് 9 പേര് അവിടെ വന്നിപ്പുണ്ടായി. ഇവിടെ എല്ലാവരും ഫോണിലൊക്കെ എടുത്ത് എല്ലായിടത്തും കൂടി അറിയിക്കും. ഇപ്പം ഞങ്ങൾക്ക് മോളിൽ കുറച്ച് സ്ഥലമുണ്ട്, ഞങ്ങൾ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അതുപോലെ ഓരോരുത്തരും കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ആന വരുന്നിടത്ത് സ്ഥലം വേണ്ടാന്ന്. ആനശല്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ഒരാവശ്യത്തിന് ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല, കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല. അതിനപ്പുറം ഈ നാടിന്റെ നട്ടലായ കൃഷിയെ അത് താറുമാറാക്കി. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലേതുപോലെ ഇവിടെയും ജനജീവിതം അസാധ്യമായിരിക്കുകയാണ്. സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതകാലം കൊണ്ടുണ്ടാക്കിയ വീടും സ്വത്തുക്കളും അവർ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ്. പഞ്ചായത്തിൻ്റെ കണക്കിൽ 397 വീടുകളുള്ള സ്ഥലത്ത് ഇപ്പം 325-26 വീടുകളോടെ ഉള്ളൂ നിലവിൽ. ബാക്കി ആളുകൾ ഈ മോൾ ഭാഗത്തു നിന്നെല്ലാം ഇറങ്ങി പല സ്ഥലത്തും വാടകയ്ക്കും. അവർ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവർ ഇവിടെ നിന്നെല്ലാം സ്ഥലങ്ങൾ വിറ്റ് മലയുടെ സൈഡിൽ വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാവരും തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ വാർഡുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 കണക്കിന് കുടുംബങ്ങൾ പോയിട്ടുണ്ടാവും. ഇപ്പം കണ്ണിമംഗലം ഏരിയ എന്നൊക്കെ ഇതൊന്നല്ല, അവിടെ നിന്നുള്ള എല്ലാ കുടുംബങ്ങളും തന്നെ ഒഴിഞ്ഞു പോയുന്ന അവസ്ഥയാണ് വന്നത്. പാണ്ഡുവാറ കണ്ണിമംഗലം ഏരിയയിലൊക്കെ, പാണ്ഡുവാരയിലൊക്കെ കുറച്ച് പേരെ ഇനി താമസമുള്ളൂ. കുട്ടികളുടെ വിവാഹം നടക്കാത്തതുകൊണ്ട് ഇവിടുന്ന് വേറെ എവിടെയും പോയി ഒരു കുറച്ച് നാളത്തേക്ക് വാടകയ്ക്ക് താമസിക്കും. എന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥകൾ. സ്ഥലം കച്ചവടം തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നാളായി, പക്ഷേ ആരും സ്ഥലത്തിന് ഒരു പാർട്ടിയും കൂടി വന്നില്ല. സ്ഥലത്തിന് വീട് പറയുമ്പോൾ തന്നെ ഒരു ആനവനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. പിന്നെ മെയിൻ കേസ് എന്ന് വെച്ചാൽ 1-ാം ബ്ലോക്കിൽ അവിടെ നിന്ന് ചെക്കോസിൻ്റെ അവിടെ നിന്ന് കിടന്നു വന്നോടത്ത് പകലും രാത്രിയൊക്കെ ആന വട്ടം കിടന്നു റോട്ടിൽ. ആന പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചും കൂടെ തന്നെ വരുവാനാ. അങ്ങനെ ഭയങ്കര ശരിയാണ്. അവിടെ കുറേ പൈനാപ്പിൾ ഉണ്ട്, അവരതൊക്കെ നശിപ്പിച്ചു ആന. ആന ഇറങ്ങണ കാരണം തൈ വെച്ചില്ല. റബ്ബർ ചിലപ്പോൾ ഇതിൽ ഇറങ്ങി വരും, ചിലപ്പോൾ ഇതിൽ വരും. അത് ആന വന്നതാ. ആ വാഴയിൽ നിന്നേക്കണ ആന ഇതൊക്കെ വലിയൊരു 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട എൻ്റെ മൂത്ത കുട്ടി. അവൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ മുറ്റത്തേക്ക് കൂടിയൊക്കെ പന്നിയൊക്കെ വരും പകലൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ ഓടി മാറാം, പക്ഷെ കുട്ടികൾക്ക് ഇതറിയില്ലല്ലോ. വല്ല ആക്രമണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കല്ലേ പോണത്. അപ്പം ഇതൊക്കെ ഭയന്നിട്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മാറിയത് പ്രധാനമായിട്ടും. അതിപ്പോൾ വെറുതെ എടുക്കുകയാണ് വീട്. വന്യമൃഗശല്യം മൂലം ജീവിതം പ്രതിസന്ധിയിലായ ഇല്ലിത്തോടുകാർക്കും മുളങ്കുഴിക്കാർക്കും ജീവിക്കാൻ അവകാശമില്ലേ? അതോ ആ 2 ഗ്രാമങ്ങളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത വഴി അവർ പലായനം ചെയ്യണമെന്നാണോ? വിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.